സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! മലമേൽ പണിത നഗരം പോലെ, പീഠത്തിന്മേൽ തെളിച്ച വിളക്കുപോലെ. കഴിഞ്ഞ 25 വർഷങ്ങളായി പുഞ്ചവയലിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നും ഹൃദയങ്ങളെ സ്നേഹത്തിൽ ബന്ധിച്ചും ദൈവകൃപയുടെ പവിത്ര ചരിത്രം ജനഹൃദയങ്ങളിൽ നെയ്തു ചേർത്തും നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപാകരമായ ദാനങ്ങളെ ആദരവോടെ നോക്കുവാൻ നാം ഒന്നിക്കുന്ന ഇന്ന് കൃതജ്ഞതയോടെ പിന്നോട്ട് നോക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. പ്രത്യാശയോടെ മുന്നോട്ട് യാത്ര തുടരാം. 25 വർഷമായി ഈ പുണ്യഭവനം പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി, വിശുദ്ധ മന്ദിരമായി നിലകൊള്ളുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പോഷിപ്പിച്ച് മൺമറഞ്ഞ പൂർവികരെ സ്മരിക്കുന്നു. ഈ ദേവാലയം നമ്മിൽ ഓരോരുത്തരിലും ഉരുവാക്കിയ ദിവ്യപ്രഭയോർത്ത് നമ്ര ശിരസ്കരാകുന്നു. എളിയ തുടക്കം മുതൽ ഈ മഹത്തായ നിമിഷം വരെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന പാത ഒരുക്കുന്നതിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹകരണത്തിൻ്റെയും മരിക്കാത്ത അനുഭവങ്ങളുണ്ട്, കഥകളുണ്ട്. തലമുറകളെ ബന്ധിപ്പിക്കുന്ന പാരമ്പര്യത്തിൻ്റെയും സേവനത്തിൻ്റെയും ആഘോഷമാണിത്. 25 വർഷത്തെ കൃപയും ഐക്യവും അചഞ്ചലമായ സമർപ്പണവും ഇന്ന് നാം കൊണ്ടാടുന്നു. ജീവസുറ്റ വിശ്വാസത്തിൻ്റെ ആചരണമായ ഈ രജത ജൂബിലി ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുഞ്ചവയൽ പള്ളിയുടെയും ഇടവകയുടെയും ഈ നാടിൻ്റെയും ഗതകാലങ്ങളിലേക്കും ചരിത്ര വഴികളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി വനഭൂമി കർഷകർക്ക് പാട്ടവ്യവസ്ഥയിൽ നൽകി തുടങ്ങി. 1950കളിൽ കണ്ണിമലയിൽ നിന്നും കഠിനാധ്വാനികളായ കർഷകർ കൃഷിക്കായി പുഞ്ചവയൽ, ചതുപ്പ്, കാരിശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി വനഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. വിശ്വാസികൾക്ക് കണ്ണിമലയിലുള്ള ദേവാലയത്തിലേക്ക് കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടിയിരുന്നു. കണ്ണിമല പള്ളിയുടെ അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരക്കലച്ചൻ പുഞ്ചവയൽ ചതുപ്പിൽ ഒരു ചാപ്പൽ നിർമ്മിക്കാൻ ഒരു യോഗം ചേർന്ന് തീരുമാനിച്ചു. ചാപ്പലിനായി ശ്രീ മാത്യു മാത്തൻ പുതുപ്പറമ്പിൽ 10 സെന്റ് സ്ഥലം ദാനമായി നൽകുകയും 40 സെന്റ് സ്ഥലം വിലയ്ക്ക് നൽകുകയും ചെയ്തു. ഈ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് 1965 ഡിസംബർ 10-ാം തീയതി ബഹുമാനപ്പെട്ട പുത്തമ്പരക്കലച്ചൻ ആദ്യമായി ദിവ്യബലി അർപ്പിച്ചു. പിന്നീട് പുതിയ ചാപ്പലിനുള്ള തറക്കല്ലിടയിൽ കർമ്മം നടത്തുകയും ചാപ്പലിൻ്റെ പണികൾ പൂർത്തിയാക്കി വെഞ്ചരിപ്പ് നടത്തുകയും ചെയ്തു. 1960കളിൽ ആദിവാസി മേഖലയിൽ വസൂരി രോഗം പടർന്നു പിടിച്ച് ആളുകൾ ഭയവിഹ്വലരായി കഴിയുമ്പോൾ പ്രദേശവാസികളായ വിശ്വാസികൾ കണ്ണിമല പള്ളിയിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പ്രദക്ഷിണമായി കൊണ്ടുവരികയും അത്ഭുതകരമായി വസൂരി രോഗം ശമിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് പുഞ്ചവയൽ ചാപ്പലിന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമം നൽകുവാൻ തീരുമാനിച്ചത്. ഇടവകക്കാരുടെയും അന്യമതസ്ഥരുടെയും അഭിലാഷമനുസരിച്ച് വിശുദ്ധൻ്റെ തിരുനാൾ ഭക്ത്യാഡംബരപൂർവം ആഘോഷിച്ചു പോന്നു. വിശ്വാസികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പുഞ്ചവയൽ ഇടവകയാക്കുന്നതിനും പള്ളി വലുതായി പണിയുന്നതിനുമുള്ള നടപടികൾക്ക് കണ്ണിമല പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോർജ് ഒലക്കപ്പാടിയച്ചൻ നേതൃത്വം നൽകി. അതിൻ പ്രകാരം 1975 ഫെബ്രുവരി 9-ാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആന്റണി പടിയറ പുഞ്ചവയൽ സന്ദർശിക്കുകയും പുഞ്ചവയൽ കേന്ദ്രമാക്കി എല്ലാവർക്കും സൗകര്യപ്രദമായ സ്ഥലം പുതിയ പള്ളിക്കായി കണ്ടെത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി പഴയ സ്ഥലം വിൽക്കുകയും പുഞ്ചവയൽ ടൗണിനോട് ചേർന്ന് സ്ഥലം വാങ്ങുകയും ചെയ്തു. പുതിയതായി വാങ്ങിയ സ്ഥലത്ത്
ഒരു ഓല ഷെഡ് നിർമ്മിച്ച് 1975 ജൂലൈ 5-ാം തീയതി ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പുതിയ സ്ഥലത്ത് ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 1978 ജനുവരി 3-ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാൻ മാർ ജോസഫ് പൗത്തിൽ പുതിയ ദേവാലയം കൂദാശ ചെയ്യുകയും അതോടനുബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്ത്യാഡംബരപൂർവം നടത്തുകയും ചെയ്തു. 1978 മെയ് 2-ന് ബഹുമാനപ്പെട്ട ജോസഫ് പാലാക്കുന്നലച്ചൻ ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിക്കപ്പെട്ടു. പുഞ്ചവയലിൻ്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ച അച്ഛൻ ഇടവകയിലെ കുട്ടികൾക്ക് മതപഠനത്തിനാവശ്യമായ സ്കൂൾ പണിയുകയും പ്രതിഭ എന്ന പേരിൽ നഴ്സറി സ്കൂൾ തുടങ്ങുകയും ചെയ്തു. പിന്നീട് തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടി പ്രിയാസ് എന്ന പേരിൽ റബ്ബർ വ്യവസായ സംഘം സ്ഥാപിച്ച് റബ്ബർ ഫാക്ടറിക്ക് തുടക്കം കുറിച്ചു. FCC കോൺവെന്റ് സ്ഥാപിച്ചതും അച്ഛൻ്റെ ശ്രമഫലമായാണ്. പുഞ്ചവയലിൽ റോഡ് നിർമ്മിക്കപ്പെട്ടതിൻ്റെയും വൈദ്യുതീകരണം സാധ്യമാക്കപ്പെട്ടതിൻ്റെയും സ്റ്റേറ്റ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടതിൻ്റെയും പിന്നിൽ അച്ഛൻ്റെ പരിശ്രമമുണ്ട്. പാലക്കുന്നേൽ അച്ഛന് ശേഷം ബഹുമാനപ്പെട്ട ഫാദർ ജോൺ വെട്ടുവയലിൽ, ബഹുമാനപ്പെട്ട ഫാദർ ജോൺ കാരിവേലിൽ, ബഹുമാനപ്പെട്ട ഫാദർ അക്വിനാസ് CST, ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി നെടിയ കാലാപ്പറമ്പിൽ, ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് ആലിങ്കൽ എന്നിവർ ഇടവകയിൽ വികാരിമാരായി സേവനമനുഷ്ഠിച്ചു. 1985 ഏപ്രിൽ 28-ന് ഇടവകയിൽ ആദ്യമായി പാരിഷ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്നു. 1975-ൽ 80-ൽ പരം കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന പുഞ്ചവയൽ ഇടവകയിൽ 1989 ആയപ്പോഴേക്കും 350-ലധികം കുടുംബങ്ങളായി. ഇതേ തുടർന്ന് പുഞ്ചവയൽ പഴയ പള്ളിയിൽ വിശ്വാസികൾക്ക് ഒന്നുചേർന്ന് ആരാധനയർപ്പിക്കാൻ സ്ഥലസൗകര്യമില്ലാതെ വന്നു. പള്ളി ബലക്ഷയം സംഭവിച്ച് ചോർന്നൊലിക്കുകയും ചെയ്തു. പുതിയ പള്ളി പണിയുന്നതിനുള്ള തീരുമാനമെടുത്തതനുസരിച്ച് അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട തോമസ് കുമ്പുക്കാട്ടച്ചൻ പുതിയ പള്ളിക്ക് വേണ്ടി ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങുകയും നിർമ്മാണത്തിനായി ഭൂമി നിരപ്പാക്കുകയും മറ്റും ചെയ്തു. 1995 ഫെബ്രുവരി 22-ാം തീയതി ബഹുമാനപ്പെട്ട വർഗീസ് പരിന്തിരിക്കലച്ചൻ ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റെടുത്തു. 1997 ജൂൺ 8-ാം തീയതി പുഞ്ചവയലിലെ പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ മാത്യു വട്ടക്കുഴി പിതാവ് നിർവഹിച്ചു. 2000 ഒക്ടോബർ 1-ാം തീയതി അഭിമന്യ വട്ടക്കുഴി പിതാവ് ദൈവാലയത്തിൻ്റെ കൂദാശ കർമ്മം നിർവഹിച്ചു. ഈ കാലയളവിൽ കുടിയിറക്ക ഭീഷണിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി. തുടർന്ന് വികാരിയായിരുന്ന ജോസഫ് കുഴിക്കാട്ടച്ചൻ പള്ളി പണിയുമായി ബന്ധപ്പെട്ട് വന്ന കടം വീട്ടുകയും ചെയ്തു. 2004-ൽ ബഹുമാനപ്പെട്ട പീറ്റർ മേസ്തിരിപ്പറമ്പിലച്ചൻ വികാരിയായി ചാർജ് എടുത്തു. അച്ഛൻ്റെ നേതൃത്വത്തിൽ വൈദിക മന്ദിരം, പരിശുദ്ധ മാതാവിൻ്റെ ഗ്രോട്ടോ, പാരിഷ് ഹാൾ, സെമിത്തേരി ചാപ്പൽ, മൈതാനത്തോടനുബന്ധിച്ചുള്ള സ്റ്റേജ് എന്നിവ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വർഗീസ് കുളമ്പള്ളിയച്ചൻ പള്ളിമുറ്റത്ത് ടൈലിടുകയും ബഹുമാനപ്പെട്ട മാത്യു അറയ്ക്കപ്പറമ്പിലച്ചൻ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുകയും പള്ളിയുടെ മുൻവശത്തുള്ള കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിക്കലച്ചൻ ദേവാലയത്തിനുള്ളിൽ ഏതാനും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശേഷം ബഹുമാനപ്പെട്ട ദീപു പുത്തമ്പരിക്കലച്ചൻ വികാരിയായി 1 വർഷത്തോളം ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. ദീപു അച്ഛനു ശേഷം വികാരിയായി കഴിഞ്ഞ 6 വർഷം ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട മാത്യു പുത്തമ്പറമ്പിലച്ചൻ പുഞ്ചവയൽ ടൗണിൽ സ്ഥലം വാങ്ങി കുരിശടി സ്ഥാപിക്കുകയും സെമിത്തേരി, സ്റ്റേജ് എന്നിവയുടെ നവീകരണം നടത്തുകയും ജൂബിലിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മാത്യു പുത്തമ്പറമ്പിലച്ചന് ശേഷം ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കിടങ്ങത്താഴയച്ചൻ വികാരിയായി നിയമിതനാവുകയും ജൂബിലി ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങൾ അത്രയും
നമ്മുടെ ഇടവകയെ ത്യാഗപൂർവം നയിക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത എല്ലാ വൈദികരെയും സന്യസ്തരെയും കൈക്കാരന്മാരെയും ആത്മായ ശുശ്രൂഷികളെയും നന്ദിയോടെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവകയ്ക്കു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് കടന്നുപോയ പൂർവികരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. അവരുടെ നല്ല മാതൃകകൾ പിന്തുടരാം. ഇന്ന് ഈ ഇടവകയിൽ 435 കുടുംബങ്ങളും 24 ഇടവക കൂട്ടായ്മകളുമുണ്ട്. ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിന് മികവുറ്റ തുടർച്ച നൽകി മാതൃകാപരമായ ജീവിതവും സാമൂഹിക പ്രതിബദ്ധതയുള്ള നിലപാടുകളും വഴി ഇവർ ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുന്നു. വിൻസെൻ്റ് ഡി പോൾ, മാതൃവേദി, പിതൃവേദി, SMYM, മിഷൻ ലീഗ്, തിരുബാലസഖ്യം, ഇൻഭാം എന്നീ സജീവ സംഘടനകളും ഇടവകയിൽ പ്രവർത്തിക്കുന്നു. വിശ്വാസ പരിശീലനവും സന്മാർഗിക ക്ലാസുകളും യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. ദൈവവിളിയുടെ നിറകുടമായ നമ്മുടെ ഇടവകയ്ക്ക് ഇതിനകം 12 വൈദികരെയും 17 സന്യാസിനികളെയും തിരുസഭയിൽ സേവനത്തിനായി നൽകുവാൻ സാധിച്ചു. പുഞ്ചവയൽ ഇടവകയുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പുതിയ കാലത്തിലെ 25 വർഷങ്ങൾ ഇന്ന് തികയുമ്പോൾ ആഴമേറിയ വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ദൈവ പരിപാലനയുടെയും ശാശ്വത സാക്ഷ്യമായ നമ്മുടെ ഇടവകയുടെ പവിത്ര ചരിത്രത്തിനു മുൻപിൽ നമുക്ക് വിനീതരാകാം. ഒരു എളിയ സ്വപ്നമായി ആരംഭിച്ച് നമ്മുടെ പൂർവികരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകളാലും ത്യാഗങ്ങളാലും രൂപപ്പെട്ടു വന്ന ക്രിസ്തുവെളിച്ചം മങ്ങാതെ പ്രകാശിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായി ഇന്നിവിടെ ഈ ദേവാലയം നിലകൊള്ളുന്നു. ദൈവനാമത്തിൽ ചൊരിയപ്പെട്ട ആരാധനയുടെയും ആത്മീയതയിൽ സ്നാനം ചെയ്ത സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കയ്യൊപ്പ് ചാർത്തപ്പെട്ട പുണ്യ ഇടമായി ഈ ദേവാലയ ചുമരുകൾ നിലകൊള്ളുന്നു. ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ 25 വർഷത്തെ കടന്നുപോകലിനെ നാം അനുസ്മരിക്കുക മാത്രമല്ല, ഒരു പാരമ്പര്യം ആഘോഷിക്കുക കൂടിയാണ്. നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്താനും സമൂഹത്തിൻ്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നമ്മെ ഏൽപ്പിച്ച വിശുദ്ധ ദൗത്യം തുടരാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പാരമ്പര്യം. ഇന്നലത്തെ വിജയങ്ങളാലും വർത്തമാനകാലത്തിൻ്റെ കൃപയാലും നാളെയുടെ അതിരറ്റ വാഗ്ദാനത്താലും പ്രചോദിതരായി ജ്വലിക്കുന്ന ഹൃദയങ്ങളുമായി നമുക്കൊരുമിച്ച് മുൻപോട്ടു പോകാം. ഈ ഇടവകയുടെ ചരിത്രം അവസാനിക്കുന്നില്ല. ഇത് തുടരണം. ഇത് ദൈവത്തിൻ്റെ അചഞ്ചലമായ കാരുണ്യത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഈ പവിത്രമായ ആഘോഷത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് 1000 നന്ദി.